ED കേസ് പുതിയ സംഭവവികാസങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോടതിയിൽ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ED ചില വിശദീകരണങ്ങൾ നൽകി. ഇൻഫ്രാസ്ട്രക്ചറിനല്ലാതെ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞതിൻ്റെ സാരം. അതെന്താണ് എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ അടുത്ത സിറ്റിങ്ങിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ വ്യവസായ എസ്റ്റേറ്റിന് ഭൂമി എടുത്തതായിരിക്കും, റോഡിന് ഭൂമി ഏറ്റെടുത്തതായിരിക്കും. എന്താ അവരുടെ വിശദീകരണം എന്നുള്ളത് കേൾക്കട്ടെ. കോടതി ഞങ്ങളോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് കൺസൈഡ് ചെയ്തുകൂടെ, എന്തിന് ഓറൽ എവിഡൻസ് തന്നെ വിളിക്കുന്നത്? ചെയ്യാൻ കഴിയില്ല, മെറിറ്റിൽ കോടതി തീരുമാനിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഇഞ്ച് EDക്ക് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് BJPയുടെ രാഷ്ട്രീയ ഏജൻസി മാത്രമാണ്. എക്സ്റ്റോർഷണൽ ഇൻസ്ട്രുമെന്റാണ് BJPയുടെ. ആളുകളെ ഭീഷണിപ്പെടുത്താൻ പണം BJPക്ക് സംഭാവന മേടിച്ചു കൊടുക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്താൻ കൂറുമാറ്റുക, അതൊന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല. ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കൺസീഡ് ചെയ്യുന്നില്ല. അവരുടെ തെളിവുമായിട്ട് ഇവർ വരട്ടെ. ഇനി അത് പാടില്ല എന്നുണ്ടെങ്കിൽ ഞാനെന്ത് കാര്യം? ഇത് വേണോ വേണ്ടേ എന്നുള്ളത് ഉപയോഗിക്കാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് ഭൂമി എടുക്കുന്നത് അത് സ്പെക്കുലേറ്റീവാണ് എന്നൊക്കെയാണോ വാദിക്കുന്നത്? നമുക്ക് ചൊവ്വാഴ്ച നോക്കാം. അവരുടെ നിലപാട് വളരെ വ്യക്തമാണ് കേട്ടോ. ഇവരുടെ ഭീഷണിക്ക് മുന്നിലും വഴങ്ങില്ല. എന്തെങ്കിലും തരത്തിലൊന്ന് കൊടുക്കാൻ പറ്റുള്ള ശ്രമമാണോ? അത് തന്നെ. എന്നോട് ചോദിച്ചാൽ അതിന്റെ വിവരം കിട്ടും, പെർസ്പെക്റ്റീവ് കിട്ടും എന്നാ പറയണേ. ഞാനിപ്പോൾ അവർക്ക് പെർസ്പെക്റ്റീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കോടതി തന്നെ പറഞ്ഞു, എന്തിനാ ഓറൽ എവിഡൻസ്? ഡോക്യുമെന്റ് നോക്കിയിട്ട് വയലേഷൻ ഉണ്ടെങ്കിൽ KCRG അല്ലേ വേണ്ടു? എന്നെ വിളിച്ചിട്ട് എന്ത് കൂടുതൽ പെർസ്പെക്റ്റീവ് കിട്ടാനാണെന്ന്? ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് കേസ് ചാർജ് ചെയ്യണം. വെറുതെ വിളിച്ച് വരുത്തി വരട്ടാനും ഹരസ് ചെയ്യാനും നോക്കണ്ട.